കുട്ടിക്ക് എന്തോ ധൃതി ഉള്ളതുകൊണ്ടാണ് കുട്ടി അങ്ങനെ വായിച്ചത്. ഒന്നും കുഴപ്പമില്ല. ആ, കുട്ടി ഇരിക്കാൻ പറഞ്ഞില്ല. എന്താണ് ആ വായിച്ച ചോദ്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാട്ടെ? ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 3 ടേമിന്റെ സമ്മ് എത്രയാണ്? ആദ്യത്തെ 3 പേരെ എടുത്ത് കൂട്ടിയപ്പോൾ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 30 കിട്ടി. ഓക്കെ, അടുത്തത്. ഇതേ അരിത്തമെറ്റിക് സീക്വൻസിന് തന്നെ ആദ്യത്തെ 7 പേരെ എടുത്ത് ആഡ് ചെയ്തപ്പോ എത്ര കിട്ടി? 140, 140 കിട്ടി. എങ്കിൽ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഈ സീക്വൻസിന്റെ സെക്കൻഡ് ടേം എത്രയാണെന്ന് എഴുതണം. ഓക്കെ, അടുത്തത്. വാട്ട് ഈസ് ദ ഫോർത്ത് ടേം ഓഫ് ദ സീക്വൻസ്? ഈ സീക്വൻസിന്റെ ഇതിനു മുന്നേ 4ാമത്തെ ടേം എത്രയാണ്? അടുത്തത്. ഈ സീക്വൻസിന്റെ ആദ്യത്തെ 3 ടേം എത്രയാണ്? ഓൾ സ്റ്റാൻഡ്. ചോദ്യം വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ചോദ്യം വായിച്ചു നോക്കിയിട്ട് മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. പറഞ്ഞാലോ. അപ്പൊ ആദ്യം ആരെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് 3 ടേംസ് അല്ല, അതിന്റെ സമ്മ. അപ്പൊ എഴുതുക സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഈക്വൽ എത്രയാണ്? 30. ആണോ? ബ്രാക്കറ്റിൽ ഗിവൺ. നോക്കിക്കോളൂ. ഈ 3 ടേം എന്ന് പറയുമ്പോൾ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്. അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അവര് കോൺസിക്യൂട്ടീവ് 3 ടേംസ് ആണ്. വിഭാസ അടുത്തടുത്ത 3 പേരാണ്. ആ എണ്ണത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അത് ഓഡ് നമ്പരാ. അങ്ങനെയാണെങ്കിൽ അതിന്റെ മിഡിൽ നമ്പർ കണ്ടുപിടിക്കുക. 3 ടേം ഉള്ളതിലെ മിഡിൽ നമ്പർ ആരാ? സെക്കൻഡ് ടേം. എങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? സെക്കൻഡ് ടേം. എഴുതുക അടുത്ത വരിയില്. which implies second term equal സെക്കൻഡ് ടേം ഈക്വൽ സെക്കൻഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? 30 divided by 3. ത്രീഡ് ആൻസർ 10. 10. ആരെ കിട്ടി? ഇതായിരുന്നു നിങ്ങളോടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ. ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? ഓക്കെ. ഇനി അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് കണ്ടീഷൻ എടുത്താട്ടെ. അല്ലല്ല, ക്വസ്റ്റ്യനിൽ ഇനി ബാക്കി വായിക്കാനുണ്ട്. അപ്പൊ എഴുതുക സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് എത്രയാണത്? എത്ര? 140, 140 ബ്രാക്കറ്റിൽ ഗിവൺ. വീണ്ടും ഈ 7 പേരെന്ന് പറയുമ്പോ അവരെങ്ങനെയുള്ള 7 പേരാണ്? കോൺസിക്യൂട്ടീവായ അടുത്തടുത്ത 7 പേരാണ്. ആ എണ്ണത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഓഡ് നമ്പരാ. എങ്കിൽ ആരെ കണ്ടുപിടിക്കാം? മിഡിൽ ടേം. 7 പേരുള്ളതിൽ മിഡിൽ ടേം ആരാണ്? അപ്പൊ എഴുതുക which implies fourth ടേം ഈക്വൽ പറഞ്ഞട്ടെ 140 divided by 7. 7 2 14. എത്ര കിട്ടും? എത്രയായിരുന്നു? നിങ്ങളുടെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ.
വാട്ട് ഈസ് ദി അല്ലല്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഫോർത്ത് ടേം? ഫോർത്ത് ടേം കിട്ടിയില്ലേ? ഇനി എന്തോ അടുത്ത ചോദ്യം. വാട്ട് ആർ ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്? ഈ സീക്വൻസിലെ ആദ്യത്തെ 3 ടേമുകൾ. ആദ്യത്തെ, ഒരു സെക്കൻഡ് നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ അറിയാവുന്നത് രണ്ടാമത്തെ ടേം അറിയാം, നാലാമത്തെ ടേം അറിയാം. രണ്ടാമത്തെ ടേം അറിയാം. ഒന്നുകിൽ പഴയ ഒരു ഐഡിയ പ്രയോഗിച്ചാൽ കോമൺ ഡിഫറൻസ്. ഏതായിരുന്നു? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അല്ലാതെ എന്തെങ്കിലും ഐഡിയ ഉള്ളൂ? രണ്ടാമത്തെ ആളെ അറിയാം, നാലാമത്തെ ആളെ അറിയാം. ഇതിനിടയിലുള്ള മൂന്നാമത്തെ ആളെയാണ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇത് രണ്ടുകൂടെ കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? പോരെ. അപ്പൊ എഴുതുക തേർഡ് ടേം ഈക്വൽ സ്പീക്ക് ചെയ്യട്ടെ. പറഞ്ഞാട്ടെ. ഒന്നുകിൽ പിന്നെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ടേം പ്ലസ് ഫോർത്ത് ടേം the whole divided by 2. സെക്കൻഡ് ടൈം എത്ര? 10 പ്ലസ് ഫോർത്ത് ടൈം എത്ര? 20 ഡിവൈഡഡ് ബൈ 2. 10 പ്ലസ് 20 30 ഡിവൈഡഡ് ബൈ 2. ആൻസർ 15. 15. ആരെ കിട്ടി? തേർഡ് ടൈം. ഇപ്പൊ ആരെയൊക്കെ അറിയാം? സെക്കൻഡ് അറിയാം, തേർഡ് അറിയാം, ഫോർത്ത് അറിയാം. നമുക്ക് ആരെയൊക്കെ എഴുതേണ്ടത്? അപ്പൊ അടുത്ത വരിയിൽ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ്. അടുത്ത ആളെ അറിയത്തില്ല. രണ്ടാമത്തെ അടുത്തരായിരുന്നു 10. മൂന്നാമത്തെ ആള് 15. നാലാമത്തെ ആള് 20 എക്സെട്ര. ഇങ്ങനെയാണ് പോകുന്നത്. എന്താണ് കുഴപ്പമുണ്ടോ? അല്ല, മുമ്പുള്ള ആളെ എങ്ങനെ എഴുതും? മുമ്പോട്ടാണെങ്കിൽ 5 വീതം കൂട്ടിയാ പോകുന്നത്. 10നോട് 5 കൂടെ കൂട്ടുമ്പോ 15, 15നോട് 5 കൂടെ കൂട്ടുമ്പോ 20. എങ്കിൽ 10ന് മുമ്പുള്ള ആളിനെ എങ്ങനെ കണ്ടുപിടിക്കും? 10ൽ നിന്ന് 5 കുറയ്ക്കും. അപ്പൊ ആൻസർ 5. അതൊരു സീക്വൻസ് ആയോ? ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല. ഓർശാനം വായിച്ചു നോക്കാം. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. അല്ല, ബാലിച്ചേട്ടനോടാ. 150. അപ്പൊ നമുക്ക് ചില ഐഡിയ കിട്ടും. അപ്പൊ എഴുതിക്കോളൂ. സം ഓഫ് ആൻസർ അല്ലല്ല, നമ്മൾ എഴുതി തുടങ്ങുക. സം ഓഫ് ഫസ്റ്റ് ഉണ്ടല്ല. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എത്രയാണ്? എത്ര? 150 ആണോ? ബ്രാക്കറ്റിൽ B1. ഫസ്റ്റ് 5 ടേംസ് എന്തെങ്കിലും പ്രത്യേകത? കോൺസിക്യൂട്ടീവ് ആണ്, അടുത്തടുത്തുള്ളവരാണ്. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. എങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? മിഡിൽ ടേം. അപ്പൊ അടുത്ത എഴുതുക. വിച്ച് ഇംപ്ലൈസ് 5 പേരുള്ളതിലെ മിഡിൽ നമ്പർ ആരാണ്? എഴുതുക. വിച്ച് ഇംപ്ലൈസ് തേർഡ് ടേം ഈക്വൽ 150 ഡിവൈഡഡ് ബൈ 5. പറഞ്ഞോ. 5, 3, 15, 30. ഇനി നിങ്ങൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. വാട്ട് ഈസ് ദി? ഇതൊന്നുമില്ലല്ലോ. അപ്പൊ അടുത്ത ആൻസർ. ഇനി കോമ കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയൊക്കെ ബാക്കിയൊന്ന് വായിച്ചേ. അപ്പൊ എഴുതുക. സം ഓഫ് ഫസ്റ്റ് 10 ടൈംസ് എത്രയാണ്? 550. 500 ബ്രാക്കറ്റിൽ ഗിവൺ. ശ്രദ്ധിക്കും. വർദ്ധിത ആവേശത്തിൽ നമ്മൾ കണക്കിലേക്ക് ചാടി വീണു. ഫസ്റ്റ്
10 ടൈംസ് കോൺസിക്യൂട്ടീവ് ആണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമാണ്. 10 എന്ന് പറയുന്ന നമ്പർ ഈവൻ നമ്പർ. അങ്ങനെ ഈവൻ നമ്പരുമായി ബന്ധപ്പെട്ട കാര്യമൊന്നും നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ഇത് എങ്ങനെ മുന്നോട്ട് നീക്കും? എന്തെങ്കിലും ഐഡിയ ആലോചിക്കൂ. ചുമ്മാ ആലോചിക്കുന്നു. അങ്ങനെ മിഡിൽ ടൈം കണ്ടുപിടിക്കുന്ന 10 എന്ന് പറയുന്നത് ഈവൻ നമ്പർ. ഈവൻ നമ്പർ വെച്ച് മിഡിൽ ടൈം ഉണ്ടോ? 10 പേരിൽ എങ്ങനെ മിഡിൽ ടൈമിനെ കണ്ടുപിടിക്കുന്നു? 10 പേരുള്ളതിനകത്ത് മിഡിൽ ടൈം ഉണ്ടോ? 10 പേരുള്ളതിൽ മിഡിൽ ടൈം ഉണ്ടോ? ഉണ്ടോ? അത് പറ്റത്തില്ല. ഇവിടെ ആ പരിപാടി പറ്റത്തില്ല. അത് നമ്മൾ ഒന്നാമത്തെ കണക്കിനകത്തിൽ കോമൺ ഡിഫറൻസ് നമുക്ക് അസ്യൂം ചെയ്ത് എഴുതാമായിരുന്നു. ഇവിടെ അങ്ങനെ അസംഷൻ ഒന്നും പറ്റത്തില്ല. അതിന് മുമ്പുള്ള വരിയും കൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ വേണമെങ്കിൽ ചില ഐഡിയാസ് ഒക്കെ കിട്ടും. ഈ ആദ്യത്തെ 10 പേരെന്നല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഈ ആദ്യത്തെ 10 പേരെന്ന് പറയുമ്പോ ആദ്യത്തെ ഒരു 5 ടൈമും പിന്നത്തെ ഒരു 5 ടൈമും കൂടെ ചേരുന്നതല്ലേ വിഭാസെ മൊത്തത്തിൽ 10 ടൈം? ഒന്നുകൂടെ, ആദ്യത്തെ 5 ടൈമും പിന്നത്തെ 5 ടൈമും കൂടെ ചേരുമ്പോഴാണ് മൊത്തത്തിൽ എത്ര ടൈം ആകുന്നത്? 10 ടൈം ആകുന്നത്. ഉറപ്പാണല്ലോ. അപ്പൊ എഴുതുക അടുത്ത വരിയില്. Which implies sum of first 5 terms plus sum of next 5 terms equal 550. ഓക്കെ. അപ്പൊ നമ്മൾ മൊത്തമുള്ള 10നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെ? ആദ്യത്തെ 5 ടൈമും പ്ലസ് അടുത്ത 5 പേരും. ഇങ്ങനെ 5 കൂടെ ചേരുമ്പോഴല്ലേ 10 ആകുന്നത്. അല്ല, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തോ നമുക്ക് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? ഇതിലെ സം ഓഫ് ഫസ്റ്റ് 5 ടൈം നമ്മുടെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എത്ര? അപ്പൊ ആ 150 എടുത്ത് ഈ സ്ഥാനത്തോട്ട് എഴുതി വെക്കാമല്ലോ. അപ്പൊ എഴുതിയാട്ടെ 150 പ്ലസ് സം ഓഫ് നെക്സ്റ്റ് 5 ടൈംസ് is equal to 500 and അപ്പോൾ അങ്ങനെയാണെങ്കിൽ സം ഓഫ് നെക്സ്റ്റ് 5 ടൈംസ് is equal to 550. ഈ ആഡ് ചെയ്തേക്കുന്ന 150 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ മൈനസ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. ആണോ? അപ്പോൾ സം ഓഫ് നെക്സ്റ്റ് 5 ടൈംസ് is equal to 550യിൽ നിന്ന് 150 കുറയ്ക്കുക. 400. ഇവിടം വരെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഇതൊന്ന് വായിച്ചേ. സം ഓഫ് നെക്സ്റ്റ് 5 ടൈംസ്. ഈ നെക്സ്റ്റ് 5 ടൈംസ് എന്ന് പറയുന്നത് ആരെയൊക്കെയാണ്? 6ാമത്തെ ടൈം, 7ാമത്തെ ടൈം, 8ാമത്തെ ടൈം, റോഷ്നി 9ാമത്തെ ടൈം, 10ാമത്തെ ടൈം. ഇവരല്ലേ അടുത്ത 5 പേര്? ഈ 5 പേര് അടുത്തടുത്ത 5 പേരല്ലേ? ആ 5 എന്ന് പറയുന്ന നമ്പർ ഓഡ് നമ്പർ അല്ലേ? അങ്ങനാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിന്റെ മിഡിൽ നമ്പർ 6, 7, 8, 9, 10 ടൈമുകളിലെ മിഡിൽ നമ്പർ ആരാണ്? 8ാമത്തെ ടൈം. അപ്പൊ അത് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ എഴുതുക which implies 8th ടൈം ഈക്വൽ സ്പീക്കട്ടെ ഈ 400 ഡിവൈഡഡ് ബൈ 5. ആൻസർ എത്ര?
കൊണ്ട് മിണ്ടുന്നില്ല. 80 80 കിട്ടിയോ? കിട്ടിയോ? ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു. വാട്ട് ഈസ് ദി എയ്ത്ത് ടേം ഓഫ് ദ സീക്വൻസ്? ഈ സീക്വൻസിലെ എട്ടാമത്തെ ടേം എത്രയാണ്? കിട്ടിയില്ലേ ആൻസർ? ഇനി എന്താണ് അടുത്ത ചോദ്യം? റൈറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് ആരെയൊക്കെ അറിയാം? മൂന്നാമത്തെ ടേം 30 ആണെന്നറിയാം, എട്ടാമത്തെ ടേം 80 ആണെന്നും അറിയാം. എങ്കിൽ ഇനി ആരെ കണ്ടുപിടിക്കാം? 3ഉം 8ഉം കിടക്കുന്നത്. പഴയ ഐഡിയ. മൂന്നാമത്തെ എട്ടാമത്തെയും ഇവർ അടുത്തടുത്ത രണ്ടുപേരാണോ? അല്ല. എങ്കിൽ കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ. അപ്പൊ എഴുതുക കോമൺ ഡിഫറൻസ് ഈക്വൽ കോമൺ ഡിഫറൻസ് ഈക്വൽ കോമൺ ഡിഫറൻസ് ഈക്വൽ അറിയോ? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണോ? കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡി കൊണ്ട് സൂചിപ്പിക്കുന്നു. പറഞ്ഞിട്ട് ടേം ഡിഫറൻസ്. ടേം ഡിഫറൻസ് മിണ്ടുന്നില്ല. ടേം ഡിഫറൻസ് മിണ്ടുന്നില്ല. ടേം ഡിഫറൻസ് 80 മൈനസ് 30 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ ഡിഫറൻസ് 80 മൈനസ് 30 മിണ്ടുന്നില്ല. 50 by 8 minus 3 5. 50 divided by 5 10. ബുദ്ധിമുട്ടുന്നെങ്കിലും ഇല്ല. ഓക്കെ ആണോ? അപ്പൊ ആരെ കിട്ടി? കോമൺ ഡിഫറൻസ്. ഇനി എന്താ നമ്മുടെ ചോദ്യം? ആദ്യത്തെ 3 ടേമുകൾ എഴുതാനാണ് അല്ലേ? ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ആദ്യത്തെ 3 ടേമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. ഒന്നാമത്തെ ആളുണ്ടോ? ഇല്ല. രണ്ടാമത്തെ ആളുണ്ടോ? മൂന്നാമത്തെ ആളുണ്ടോ? ഉണ്ട്. എത്ര? 30 കോമ എക്സെട്ര. അപ്പൊ രണ്ടാമത്തെ ആളിനെ എങ്ങനെ എഴുതും? 30ൽ നിന്ന് കോമൺ ഡിഫറൻസ് ആയ 10 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 20. അതിന് മുമ്പുള്ള ആളിനെ 20ൽ നിന്ന് 10 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 10. സോ ദി ആൻസർ ഈസ് 10 20 30 എക്സെട്ര. മൂന്നാമത്തെ ആൻസർ ആയല്ലോ. ഓക്കെ. ആർക്കൊന്നും മനസ്സിലായല്ലോ? മനസ്സിലായില്ലെന്ന്? മനസ്സിലായി. അപ്പൊ എഴുതിയാട്ടെ. The sum of the 11th and 21st term of an arithmetic sequence is 80. What is the 16th? എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 11ാമത്തെ ടേമിന്റെയും 20ാമത്തെ ടേമിന്റെയും കൂടിയുള്ള സമ്മ 80. അങ്ങനെ ആണെങ്കിൽ 16ാമത്തെ ടേം എത്രയാണ്? ശരി, അച്ചകൈ പ്രയോഗമാണ് പരിപാടി. പേനകത്ത് നോക്കാം. പഴയകാല കാര്യങ്ങൾ ഒരുപാട് പഴക്കം വേണ്ട. കഴിഞ്ഞ ദിവസവും അതിന് മുമ്പലത്തെ ദിവസവുമായി പഠിപ്പിച്ച നോട്ടുകൾ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ 2 സ്റ്റെപ്പിൽ വിഭാസയെ നമുക്ക് എന്തെഴുതാൻ പറ്റും? ഉത്തരം എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഒന്ന് നോക്കിക്കേ. എത്ര മുതൽ എത്ര വരെയുള്ളവരുടെ കാര്യം പറഞ്ഞേക്കുന്നത്? 11 തൊട്ട് 21 വരെയുള്ളൂ. ഒന്ന് നോക്കിക്കോളൂ. X11 X12 X13 X14 X15 X16 X17 X18 X19 X20 X21. കണ്ടിട്ട് ഞെട്ടണ്ട. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രയെ കുറിച്ച് നമ്മൾ 3ാമത്തെ പാഠത്തിൽ പഠിക്കും. അപ്പൊ ഈ ആളുകളെയൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാനുണ്ട്? വിശദമായിട്ട് പഠിക്കണം. ഇതൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ടേമിനെ X1, സെക്കൻഡ് ടേമിനെ X2, തേർഡ് ടേമിനെ X3 എന്ന് എഴുതും. അപ്പൊ 11ാമത്തെ ടേമിനെ എങ്ങനെ എഴുതും? X11 to
അപ്പൊ അടുത്ത ആള് x12 x13 ഇങ്ങനെ എഴുതി ഇവിടെ വരെ എഴുതി വെച്ചാണ്. ഇതിൽ ആരുടെയൊക്കെ സമ പറഞ്ഞേക്കുന്നേ? 11ാമത്തെ ടേമിന്റെയും 21ാമത്തെ ടേമിന്റെയും കൂടിയുള്ള സമ്മ എത്ര? 80. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതിയാൽ തെറ്റുണ്ടോ? 11ാമത്തെ ടേമല്ലോ, 11th ടേം പ്ലസ് 21st ടേം ഈസ് ഈക്വൽ ടു 80 ബ്രാക്കറ്റിൽ. എന്നിട്ട് ഇതുള്ള പേനല്ലോടെ കുറഞ്ഞിട്ട് എഴുതിയാൽ പറഞ്ഞല്ലോ. എന്നിട്ട് ആരെ കണ്ടുപിടിക്കാനാ ചോദിച്ചേക്കുന്നേ? 16th ടേം. ആരെയാണ്? ഞാൻ ആ 16th ടേം ഒന്ന് വട്ടം വരച്ചു. ഇനി ശ്രദ്ധിക്കണം. ഈ 16ാമത്തെ ടേം, 11ാമത്തെ ടേം, 21ാമത്തെ ടേം ഇവരൊക്കെ പൊസിഷൻ കൊണ്ട് വിഭാസെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പൊസിഷൻ കൊണ്ട് നടക്കുന്നു. ഞാൻ എല്ലാവരുടെയും കാര്യമല്ലേ ചോദിച്ചത്. 16ാമത്തെ ടേം, 11ാമത്തെ ടേം, 21ാമത്തെ ടേം ഇവരുടെ 3 പേരുടെ മാത്രം പൊസിഷനെ കുറിച്ചാണ് ചോദ്യം. ഡിസ്റ്റൻസ് 2 1 2 3 4 5. 16ൽ നിന്ന് 5 സ്റ്റെപ്പ് മുന്നോട്ട് വരുമ്പോഴാണ് 21ാമത്തെ ടേമിലെത്തിയത്. ഇനി തിരിച്ച് ബാക്കിലോട്ട് 1 2 3 4 5 സ്റ്റെപ്പ് ബാക്കിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ വന്നത്. ഇങ്ങനെ എന്തോ ഒരു നോട്ട് നമ്മൾ പഠിച്ചില്ലേ? മിഡിൽ നമ്പറിന്റെ ചോയ്സ് ആയിരിക്കും ഈ സം എന്ന് പറയുന്നത്. മിഡിൽ നമ്പറിന്റെ ചോയ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനാണെന്നുണ്ടെങ്കിൽ 16th ടേം എങ്ങനെ കണ്ടുപിടിക്കും? 80 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 2 സ്റ്റെപ്പ് ഉത്തരവായില്ലേ? എന്തറിയണം? നേരത്തെ പഠിച്ച നോട്ട് അറിഞ്ഞാൽ 2 സ്റ്റെപ്പ് ഉത്തരം എഴുതാം. കാര്യം പിടികിട്ടിയ സംഗതി എഴുതിയാട്ടെ. എന്താണ് 5ാമത്തെ ചോദ്യം? വായിച്ചാട്ടെ. എന്താണ്? ദി ആംഗിൾസ് ഓഫ് എ പെന്റഗൺ ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ ചോദ്യം ആരെ കുറിച്ചാണ്? പെന്റഗൺ. എന്തോ പെന്റഗൺ? 5 സൈഡും 5 ആംഗിളുമുള്ള ക്ലോസ്ഡ് ജോമെട്രിക്കൽ ഫിഗർ എന്ന് പറയുന്ന പേരാണ് പെന്റഗൺ. ആ പെന്റഗണിന്റെ 5 ആംഗിളുകൾ എന്തിലാണ്? അരിത്തമെറ്റിക് സീക്വൻസിലാണ്. ആ പെന്റഗണിന്റെ 5 ആംഗിളുകൾ എന്തിനാണ്? അരിത്തമെറ്റിക് സീക്വൻസിലാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്ത വരി വായിച്ചാട്ടെ. If the angles are written according to their magnitude, what would be the third angle? ഈ 5 ആംഗിളുകളെ നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ക്രമത്തിൽ, എന്താ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ? മാഗ്നിറ്റ്യൂഡ് അതിന്റെ മെഷർമെന്റിന്റെ അളവെന്നുള്ള അർത്ഥം. അളവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഓർഡറിൽ എഴുതി വരിക വിചാരിക്കാം. ഏറ്റവും ചെറിയ ആൾ ആദ്യം, അതിന്റെ വലിയ ആംഗിൾ രണ്ടാമത്, അതിന്റെ വലിയ ആംഗിൾ മൂന്നാമത്, അതിന്റെ വലിയ ആംഗിൾ നാലാമത്, അതിന്റെ വലിയ ആംഗിൾ അഞ്ചാമത്. ഇങ്ങനെ എഴുതി വന്നാൽ മൂന്നാമത്തെ ആംഗിളിന്റെ മെഷർമെന്റ് എന്താണ്? മൂന്നാമത്തെ ആംഗിളിന്റെ മെഷർമെന്റ് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചാട്ടെ. ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40 degree, what are the other angles? ഏറ്റവും ചെറിയ ആംഗിളിന്റെ മെഷർമെന്റ് 40 ഡിഗ്രി ആണെങ്കിൽ ബാക്കി 4 ആംഗിളുകളുടെ മെഷർമെന്റ് എത്രയാണ്? അടുത്ത വായിച്ചാട്ടെ. Can the smallest angle be 36? ഏറ്റവും ചെറിയ ആംഗിൾ എത്ര ഡിഗ്രി ആകാൻ പറ്റുമോ എന്ന്? 36 ആകാൻ പറ്റുമോ എന്ന് ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ എഴുതിക്കോളൂ. Let the five angles of the pentagon, let the
5 angles of the pentagon are എഴുതിയോ? അപ്പൊ എന്നതാ വെച്ചേ? അപ്പൊ എത്ര ആംഗിൾ നമ്മൾ എഴുതാൻ പോകുന്നത്? 5 ആംഗിൾ. ശ്രദ്ധിക്കണം, 1 2 3 4. ഞാൻ ഈ പറയുന്നത് പോലെ ആംഗിൾ എടുത്തില്ല എങ്കിൽ ഈ കണക്കിൽ വിഭാസയെ നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റും. ഞാൻ മൂന്നാമത്തെ ആംഗിള് എന്തായിട്ട് എടുക്കുന്നു? എ ആയിട്ട് എടുക്കും. സാധാരണഗതി നമ്മൾ ഇനി കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങി മൂന്നാമത്തെ പാഠം എത്തുമ്പോ ഒന്നാമത്തെ ആളിനെയാണ് സാധാരണഗതിയിൽ നമ്മൾ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്? എ. പക്ഷെ ഇവിടെ നമ്മൾ അടവ് മാറ്റി പിടിച്ചോ, നമ്മൾ മൂന്നാമത്തെ ആംഗിളിനെ എന്തായിട്ട് എടുത്തു? എ. ഇതിന്റെ അടുത്ത സീക്വൻസിലാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിന് എന്തുണ്ടാകും? ഒരു കോമൺ ഡിഫറൻസ്. ആ കോമൺ ഡിഫറൻസ് ഞാൻ ബി ആയിട്ട് എടുക്കുന്നു. ആ കോമൺ ഡിഫറൻസ് എന്തായാലും എടുക്കുന്നു എങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാട്ടെ. പറഞ്ഞാട്ടെ, എ പ്ലസ് ബി. അടുത്ത ആംഗിൾ എ പ്ലസ് 2d. അതിലാർക്കെങ്കിലും സംശയമുണ്ടോ? മൊത്തം തുടച്ചേ എന്നോട് സംശയം ചോദിക്കരുത്. മൂന്നാമത്തെ ആംഗിൾ എ എന്നെടുത്തു. ആംഗിളൊക്കെ റോഷ്നി കോമൺ ഡിഫറൻസ് ഉള്ള അരിത്തമെറ്റിക് സീക്വൻസിലായതുകൊണ്ട് കോമൺ ഡിഫറൻസ് നമ്മൾ ഡി ആയിട്ട് എടുത്തു. അപ്പൊ നാലാമത്തെ ആംഗിള് എ പ്ലസ് ഡിയും അതിന്റെ അടുത്ത ആംഗിള് എ പ്ലസ് 2ഡിയും. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ അതിന് മുമ്പുള്ള ആംഗിൾ വേണമല്ലോ. പറഞ്ഞാട്ടെ, എ മൈനസ് ഡി. എ മൈനസ്, ഇത്രയും കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. അപ്പൊ എഴുതിയാട്ടെ, നിങ്ങൾ ഓഫ് ദി പെന്റഗൺ ആർ എന്നല്ല എഴുതി വെച്ചേക്കുന്നേ. അവിടെ എഴുതി വെച്ചേക്കല്ലോ. ഇത് ഡി എഴുതിയേക്കുന്നോ? എഴുതിയാട്ടെ. എഴുതിയോ? ഇനിയിപ്പോ അതിനകത്തു ഇത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഐഡിയ ആണ് ഞാൻ അപ്ലൈ ചെയ്യാം. ഈ 5 ആംഗിളിന്റെയും കൂടിയുള്ള സം, ഞാൻ അടുത്ത സീക്വൻസിന്റെ ഐഡിയ അല്ലേ ചോദിച്ചത്, 8ാം ക്ലാസ്സിൽ പഠിച്ച പോളിഗണിന്റെ ഐഡിയ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കും? ഒരു പോളിഗണിന് n സൈഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഇന്നർ ആംഗിളിന്റെ സമ്മ n-2 ഇൻറ്റു, പഠിച്ചിട്ടുണ്ടോ? എന്നിന്റെ വില പറഞ്ഞേട്ടെ. 5 - 2 ഇൻറ്റു 180. അല്ലെങ്കിൽ 5 ഓടുന്നു. പെന്റഗൺ ആകുമ്പോ 5 സൈഡ് ഉണ്ട്. 5 - 2 എത്ര? 3 ഇൻറ്റു 180. 3 ഇൻറ്റു 180 എത്ര? 18 ഗുണം 3 54. 540 ഡിഗ്രി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്ന പെന്റഗണിന്റെ 5 ആംഗിളൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടും? 540. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമാണ്, ഈ 5 ആംഗിളൂടെ കൂട്ടുമ്പോഴുള്ള സമ്മ കണ്ടുപിടിക്കാൻ വല്ലതും ചോദ്യത്തിൽ പറയുന്നുണ്ടോ? അല്ല, പിന്നെന്തിനാ കണ്ടുപിടിച്ചു? അതൊരു ഐഡിയ. ഈ 5 ആംഗിളുകൾ എന്തിലാണ്? അരിത്തമെറ്റിക് സീക്വൻസിലാണ്. ഈ 5 ആംഗിളുകൾ എന്തിലാണ്? അപ്പൊ 5 പേരെന്ന് പറയുമ്പോ അടുത്തടുത്ത് 5 പേരാണ്. ആ 5 എന്നുള്ളത് എന്ത് നമ്പരാ? ഓഡ് നമ്പരാ. അവരുടെ സമ്മല്ലേ 540. എങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? അതിന്റെ മിഡിൽ നമ്പർ കണ്ടുപിടിക്കാം. ആരാ മിഡിൽ നമ്പര്? എത്രാമത്തെ ടൈം? തേർഡ് ടൈം. അപ്പൊ വിച്ച് ഇംപ്ലൈസ് തേർഡ് ടൈം ഈക്വൽ, തേർഡ് ടൈം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അനുസരിച്ച് ആരാ? എ ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? 540 ഡിവൈഡഡ് ബൈ 5. 540 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ 108 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? അപ്പൊ മൂന്നാമത്തെ ആംഗിൾ എത്ര കിട്ടി? 108 ഡിഗ്രി കിട്ടി. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. If the angles are written according to their magnitude, what would be the third angle? Third angle കിട്ടിയോ?
ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല, എഴുതിയാട്ടെ. ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട്. ഇഫ് ദ സ്മോളസ്റ്റ് ആംഗിൾ ഈസ് 40 ഡിഗ്രി, വാട്ട് ആർ ദി അതർ ആംഗിൾസ്? അപ്പൊ 2 നമ്പർ ഇടും. 2 നമ്പർ ഇടും. എഴുതുക. സ്മോളസ്റ്റ് ആംഗിൾ ഈക്വൽ 40 ഡിഗ്രി ബ്രാക്കറ്റിൽ ഗിവൺ. ഇനി ആ ബോർഡിന്റെ ഏറ്റവും മുകളിലോട്ട് നോക്കിക്കേ. നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് അനുസരിച്ച് സ്മോളസ്റ്റ് ആംഗിൾ ആരാ? എ മൈനസ്. അപ്പൊ എഴുതുക വിച്ച് ഇംപ്ലൈസ് എ മൈനസ് 2d ഈക്വൽ എ മൈനസ് 2d ഈക്വൽ. അല്ല, ഇത് വല്ലവരും അറിയാവോ? ഇതിനകത്തിൽ ആരെങ്കിലും അറിയാവോ? രണ്ടോടക്കും എ എത്ര? 108. അപ്പൊ ഈ എയുടെ സ്ഥാനത്ത് 108 കൊടുക്കരുതോ? അപ്പൊ എഴുതുക 108 മൈനസ് 2d ഈക്വൽ 40. ഇത് സോൾവ് ചെയ്താൽ ആരുടെ വില കിട്ടും? ഡിയുടെ വില. അപ്പൊ ഈ 2d റൈറ്റിലോട്ട് കൊണ്ടുപോവുക, ഈ 40 ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക. ഇതുപോലെ വരച്ചിടണം. അപ്പൊ 108 മൈനസ് 108 മൈനസ് മിണ്ടുന്നില്ല 40 ഈക്വൽ 2d. 108 നിന്ന് 40 ഒന്ന് കുറച്ച് പറഞ്ഞാട്ടെ. 108 നിന്ന് 40 കുറച്ചാൽ ഒരു 10ന്റെ കുറവുണ്ട്. 60. അത് 58 എന്ന് എഴുതുന്നതോട് കൂടി പേപ്പർ നോക്കുന്ന ടീച്ചറിന് ജോലി എളുപ്പമായി. കാരണം പിന്നെ മൊത്തം തെറ്റ. വീട്ടിൽ ചെന്ന് നമ്മൾ പറയും എല്ലാം സാർ പഠിപ്പിച്ചല്ലാത്ത ഒറ്റ കണക്ക് വന്നിട്ടില്ല, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത 10 ദിവസത്തെ അവധി കഴിഞ്ഞിട്ട് പേപ്പർ മേടിക്കാൻ വീട്ടുകാരി എന്നപ്പോ ഉണ്ട് 68 എഴുതി വെക്കുന്നതിന് പകരം 58 എഴുതിയ കറക്റ്റ് ആണോ? അല്ല. അവിടെ കൊണ്ട് മൊത്തം മാർഗം എന്ത് ചെയ്യും? പോവും. അപ്പൊ എത്ര കിട്ടിയ ആൻസർ? 68 ഈക്വൽ 2d ആണോ? അപ്പൊ ഡി എങ്ങനെ കണ്ടുപിടിക്കും? 68 ഡിവൈഡഡ് ബൈ അപ്പൊ ഡി ഈക്വൽ 68 ഡിവൈഡ് ബൈ 2 എത്ര? 30. അപ്പോൾ ആരെ കിട്ടി നിങ്ങൾക്ക്? കോമൺ ഡിഫറൻസ്. അപ്പൊ ചോദ്യം, ബാക്കി ചോദ്യം വരും. വാട്ട് ആർ ദി അതർ ആംഗിൾസ്? ഇപ്പൊ നിങ്ങൾക്ക് ആരെയൊക്കെ അറിയാം? എ അറിയാം. വെൻ എ ഈക്വൽ 108 ആൻഡ് ഡി ഈക്വൽ എഴുതിയാട്ടെ. വെൻ എ ഈക്വൽ 108 ആൻഡ് ഡി ഈക്വൽ 34. ഡി ഈക്വൽ ആണോ? ദി ആംഗിൾസ് ആർ നോക്കിക്കേ. 1, 2, 3, 4, 5 ആംഗിൾ അല്ലേ എഴുതണ്ടേ? ഇതിലാരെ ആദ്യം എഴുതും? നടുക്കുള്ള ആംഗിൾ എത്ര? 108. ഇനി സങ്കലനപ്പട്ടി അറിയാമെങ്കിൽ ബാക്കിയുള്ള പുറകിലുള്ള 2 പേരെയും മുമ്പിലുള്ള 2 പേരെ എഴുതാം. ഇത് കഴിഞ്ഞിട്ടുള്ള ആളിനെ എങ്ങനെ എഴുതും? 108 34 കൂട്ടണം. ഒന്ന് കൂട്ടി പറഞ്ഞേ. 108 34 കൂട്ടി 108 34 കൂട്ടി പറയാം. 142. 100 കൊള്ളാം. 108 34 പറഞ്ഞോ. 8 4 12 ശിഷ്ടം 1 4 എത്ര? 1. ഓക്കെ. 142. ഇത് കഴിഞ്ഞിട്ടുള്ള ആളോ? വീണ്ടും അതിനോട് എത്ര കൂട്ടണം? 34. 2 4 6 4 3 7 1 176. ഇതിന്റെ ബാക്കിലോട്ടുള്ള ആളിനെ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ ബാക്കിലോട്ടുള്ള ആളിനെ എത്ര? 176 142 108. ഇതിന് മുമ്പുള്ള ആളിനെ
108ൽ നിന്ന് 34 കുറയ്ക്കണം. 8ന് 4 കുറച്ചാൽ 4. 0ൽ നിന്ന് 3 കുറയ്ക്കാൻ പറ്റത്തില്ല. കടമെടുക്കുമ്പോൾ ഇവിടെ 10, ഇവിടെ 0. 10ൽ നിന്ന് 3 കുറച്ചാൽ 7. അപ്പൊ എത്ര കിട്ടും? 74. എഴുതുന്നില്ലേ? അതിനു മുമ്പെടുത്താണേ 74ൽ നിന്ന് 34 കുറയ്ക്കണം. 4ൽ 4 കുറച്ചാൽ 0. 7ൽ നിന്ന് 3 കുറച്ചാൽ 4. എത്ര കിട്ടി? 40. അപ്പൊ അടുത്ത പാർട്ടിന് ആൻസർ ആയോ? ഇനി ഒരു പാർട്ട് കൂടെ ഉണ്ട്. എന്താണ് അടുത്ത പാർട്ട്? Can the smallest angle be 36 degree? എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ ആംഗിള് 36 ഡിഗ്രി ആകാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നമ്മൾ കണക്കിൽ എടുക്കുന്ന പരിപാടി. അവരാകുമോ എന്ന് ചോദിച്ച ആളിനെ നമ്മൾ ആകും എന്നങ്ങ് വിചാരിക്കണം. ആകുമെന്നങ്ങ്. എന്നിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്പ് എഴുതി മുന്നോട്ട് പോകണം. എവിടെയെങ്കിലും മൂക്കും കുത്തി വീഴുവാണെങ്കിൽ എഴുന്നേറ്റിട്ട് പറയണം, സോറി, മിസ്റ്റേക്ക് പറ്റിപ്പോയി, അങ്ങനെ ഒന്നും എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയണം. ഇനി അല്ല, ഒരു കുഴപ്പമില്ല, സ്മൂത്ത് ആയിട്ട് അങ്ങ് എന്നി വരെ പോവാണെങ്കിൽ പറയണം, കറക്റ്റ് ആയിട്ടുണ്ട്, അങ്ങനെ എന്ത് ചെയ്യാവെന്ന് പറയണം, എടുക്കാവുന്ന പറയണം. 3 നമ്പർ ഇട്. പറയട്ടെ. സ്മോളസ്റ്റ് ആംഗിൾ ഈക്വൽ ഇവിടുന്ന് ആരംഭിക്കുകയാണ്. സ്മോളസ്റ്റ് ആംഗിൾ ഈക്വൽ, മൂന്നാമത്തെ പാർട്ടാണ്. സ്മോളസ്റ്റ് ആംഗിൾ ഈക്വൽ 36 ഡിഗ്രി. ആണോ? നമ്മൾ എഴുതി വെച്ചേക്കുന്ന അനുസരിച്ച് സ്മോളസ്റ്റ് ആംഗിൾ ആരാ? ഇതല്ല അവിടെ നടക്കുന്നത്. ഇതാണ് ഈ എഴുതി വെച്ചേക്കുന്ന അനുസരിച്ച് എ മൈനസ്. അപ്പൊ അടുത്തൊരു എഴുതുക, വിച്ച് ഇംപ്ലൈസ് എ മൈനസ് 2d ഈക്വൽ 36. ഇതിലാരെങ്കിലും അറിയാമോ? എ അറിയാം. എ എത്ര? 108. അപ്പൊ 108 മൈനസ് 2d ഈക്വൽ 36. നമ്മളുടെ കൂട്ട് 2d അപ്പുറത്ത് കൊണ്ടുവന്നു, 36 ഇപ്പുറത്ത് വരുന്നു. പറഞ്ഞാട്ടെ. 108 മൈനസ് 36 ഈക്വൽ 2d. 108ൽ നിന്ന് 36 കുറച്ച് പറഞ്ഞേ എത്ര? അപ്പൊ 72 ഈക്വൽ 2d. അപ്പൊ d ഈക്വൽ 72/2. അപ്പൊ d ഈക്വൽ 2, 3, 6, ശിഷ്ട 1, 12, 2, 6, 12. ഡിയുടെ വില 30. When 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 A ഈക്വൽ എത്രയായിരുന്നു? ഏടെ വില 108. അല്ല, അതന്നെ. എയുടെ വില എത്ര? 108. ഡിയുടെ വില 36. ഓക്കെ. 1, 2, 3, 4, 5 ആംഗിള്. ഇതിലാരെ ആദ്യം എഴുതും? മൂന്നാമത്തെ ആംഗിൾ എഴുതി. എത്ര എഴുതിയാട്ടെ? 108. നമുക്ക് ബാക്കി ആംഗിളുകളൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. പറഞ്ഞാട്ടെ. 108 കഴിഞ്ഞിട്ടുള്ള ആംഗിൾ പറഞ്ഞേ എത്ര? 108നോട് 36 കൂട്ടി എത്ര വന്നു? 144. ഓക്കെ.
അത് കഴിഞ്ഞിട്ടുള്ള ആംഗിള് 144 36 കൂടെ കൂട്ടണം, 170. ഇനി ഞാൻ വന്നു സങ്കല്പട്ടിയോട് പഠിപ്പിക്കണോടെ. 144 36 കൂടെ കൂട്ടിയാൽ 180. ഇതിന് മുമ്പുള്ള രണ്ടുപേര് 72 30. ഇനിയാണ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിവിടെ പ്രയോഗിക്കേണ്ടത്. അതുകൂടെ ചേർത്തെഴുതുമ്പോൾ നമ്മുടെ കൺക്ലൂഷനായി. ചോദ്യം ഇതായിരുന്നു, ഈ പെന്റഗണിന്റെ 5ാമത്തെ ആംഗിള് 36 ആകുമോ എന്നായിരുന്നു ചോദ്യം. നമ്മൾ 36 ആകുമെന്ന് വിചാരിച്ച് കണക്ക് ചെയ്തു. അങ്ങനെ ആംഗിളൊക്കെ കണ്ടുപിടിച്ചു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കൺക്ലൂഷൻ എഴുതാം. ഒന്നുകിൽ ആകും, അല്ലെങ്കിൽ ആകത്തില്ല, അല്ലെ പിന്നെ നിങ്ങൾക്ക് ഇത്ര കഷ്ടപ്പെട്ട് ചോദ്യം ഇടാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ഉത്തരം എഴുതിയാൽ പോരെ, എങ്ങനെ നമുക്ക് ചോദിക്കാം. എന്താണ് നിങ്ങളുടെ കൺക്ലൂഷൻ? അങ്ങനെ ആകുമോ എന്നാണ് അവരുടെ ചോദ്യം. ആകും. കാരണം ആംഗിളെ കിട്ടില്ലല്ലോ. എന്നാ തെറ്റാ. ശരിയോ തെറ്റോ പിന്നത്തെ കാര്യം, നമ്മുടെ അഭിപ്രായം പറയുന്നുള്ളതാണ്. കേട്ടോ, ശ്രദ്ധിക്കാം. ഈ 5ാമത്തെ ആംഗിൾ കണ്ടോ, എത്ര? 180. ആംഗിൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? 180 എന്ന് പറയുന്ന ആംഗിളിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്താണ്? മേലെ വൃത്തിയോട് ഞാൻ എന്റെ മകൻ ഇപ്പൊ 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിന് അതിൽ ആംഗിളിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് പ്രൊട്രാക്ടർ വെച്ച് എങ്ങനെയാണ് ആംഗിൾ മെഷർ ചെയ്യുന്നതൊക്കെ പഠിക്കുന്നുണ്ട്. 180 എന്ന് പറയുന്ന ആംഗിളിന്റെ പ്രത്യേകത എന്താണ്? അതൊരു സ്ട്രെയിറ്റ് ലൈനിന്റെ പുറത്തുണ്ടാകുന്ന ആംഗിളാണ് 180 എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ പെന്റഗൺ വരച്ച് 5ാമത്തെ ആംഗിളിലോട്ട് ചെല്ലുമ്പോ അതൊരു സ്ട്രെയിറ്റ് ആംഗിൾ ആയിട്ട് അങ്ങ് പോകും. അങ്ങനെ സ്ട്രെയിറ്റ് ആംഗിൾ ആയാൽ അത് പെന്റഗണായി മാറും. 1ാമത്തെ ആംഗിളിന്റെ അവിടോട്ട് ഈ 5ാമത്തെ ആംഗിൾ എന്ന് മുട്ടിയാലല്ലേ അത് ക്ലോസ്ഡ് ആകത്തുള്ളൂ. നിങ്ങൾ 1ാമത്തെ സൈഡ് വരച്ചു, 2ാമത്തെ സൈഡ് വരച്ചു, 3ാമത്തെ വരച്ചു, 4ാമത്തെ വരച്ചു, 5ാമത്തെ അവിടെ വരുമ്പം ആംഗിളിന് ഇച്ചിരി ബെൻഡ് ഉണ്ടെങ്കിലല്ലേ തുടങ്ങിയിടത്ത് എന്ന് കൂട്ടിമുട്ടത്തുള്ളൂ. 5ാമത്തെ ആംഗിൾ സ്ട്രെയിറ്റ് ആയാൽ എന്തോ സംഭവിക്കും? അവിടെ വെച്ച് ആ ആംഗിൾ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താകത്തില്ല? ഫിഗർ ക്ലോസ്ഡ് ആകത്തില്ല. എന്താകത്തില്ല? 5ാമത്തെ ആംഗിൾ എത്ര വന്നതുകൊണ്ട് 180. അപ്പൊ അടുത്ത് എഴുതുക. The fifth angle is 180. The fifth angle is 180, which is not possible. Which is not എന്താ പോസിബിൾ ആകാത്തെ? അങ്ങനെ സംഭവിച്ചാൽ അവിടെ വെച്ച് ആ സൈഡ് ഒന്ന് ബെൻഡായിട്ട് തുടങ്ങിയ സൈഡിലോട്ട് എന്ന് മുട്ടത്തില്ല. 180 വരുമ്പോൾ അവിടെ വെച്ച് ആ സൈഡ് അങ്ങ് വെളിയിലോട്ട് നീണ്ടുപോകും. അപ്പൊ എന്ത് ഫിഗർ കിട്ടത്തില്ല? ക്ലോസ്ഡ് ഫിഗർ കിട്ടത്തില്ല. കിട്ടിയല്ലോ. അപ്പൊ അടുത്ത വരിയിൽ ദ സ്മോളസ്റ്റ് ആംഗിൾ cannot be 36. The smallest angle cannot be 36. ഇത് ഒരുപാട് വർഷക്കാലം കൊണ്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. അടയാളപ്പെടുത്തിയിട്ട് പഠിച്ചോണം. കിട്ടിയല്ലോ. ഓൾ സ്റ്റാൻഡേർഡ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം.